സോ ഇങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ ലുക്ക് വരുന്നത്. സോ ഞാൻ ആ മാല ഊരി, കാരണം അത് അധികം ഒരു തിളക്കം വരും. സോ ഞാൻ മാല മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിമ്പിൾ ലുക്കിലാണ് ഇരിക്കുന്നത്. ആ ബ്ലൗസ് ഇതിന് മുകളിൽ പെയർ ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊരു അനാർക്കലി അല്ല, എന്നൊരു പാവാടയും ബ്ലൗസും എന്നൊരു ലുക്കിൽ തന്നെയാണ് നമുക്ക് തോന്നുക. സെയിം അങ്ങനെ ഒരു പാവാടയ്ക്ക് ഒരു ടോപ്പ് ഇട്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് തോന്നുക. പുറകിലും കഴുത്തിലും നോക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് മുടി അഴിച്ചിടാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് വേറൊരു സ്റ്റൈലിലേക്ക് മാത്രമേ നമ്മളെ ലീഡ് ചെയ്യത്തുള്ളൂ. അതങ്ങനെ ഒരു പ്രശ്നമൊന്നുമല്ല. ദെൻ ഇങ്ങനെയാണ് വളരെ ലെയറി ആയിട്ടുള്ള ഈ ബ്ലൗസ് ആണ്, സാറ്റിൻ ആണ്. ഇന്ത്യയുടെ തന്നെയാണ് രണ്ട് പ്രോഡക്റ്റും. ഓക്കെ, ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഡ്രസ്സിന്റെ മാത്രമേ ഉള്ളൂ, അതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, സോ ലിങ്ക് ചിലപ്പോൾ വർക്ക് ആയില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് അതനുസരിച്ച് സെർച്ച് ചെയ്ത് നോക്കിയാലും കിട്ടും. ചില സമയത്ത് ലിങ്ക് വർക്ക് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് ലുക്കും ഇതാണ്. ഇനി നമ്മുടെ തേർഡ് ലുക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഭയങ്കരമായിട്ടും അഫോർഡബിൾ ആയിട്ടൊരു പീസ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് പല രീതിയിലും പല വീഡിയോസിലും സ്റ്റൈലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കുറച്ച് നാളുകൾ മുമ്പാണ്. അപ്പൊ ഇതുള്ള സ്ഥിതിക്ക് നമുക്ക് അതും കൂടെ നോക്കിയേക്കാം. ഓക്കെ, ഈ ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ, ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ലുക്കും കൂടെ നോക്കാം. അതാണ് തേർഡ് ലുക്ക്. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ. സോ ഇതിന്റെ കയ്യിലുള്ള സ്ഥിതിക്ക് ഞാൻ സ്റ്റൈൽ ചെയ്താണ്. എങ്ങനെയുണ്ട്, ഏത് ലുക്കാണ് ഏറ്റവും നല്ലത്, ഏതാണ് ഏറ്റവും സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമന്റ് ചെയ്യുക, ഒട്ടും പഠിക്കാതെ തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബ്ലൗസ്. നമുക്ക് 200 റേഞ്ച് നമുക്ക് ആമസോണിലും മീഷോയിലും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇത് തന്നെ വേണമെന്നില്ല. ഇങ്ങനെ ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മേലെ പെയർ ചെയ്ത് നമുക്ക് പല സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സ്ലീവ്ലെസ് ഇഷ്ടപ്പെടാൻ ഇഷ്ടമല്ലാത്തവർക്കും അൺകംഫോർട്ടബിൾ ആണ് നമുക്ക് ആ ഡ്രസ്സ് ഇങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഇത് ഒരേ കളർ ആയതുകൊണ്ട് നമുക്ക് അധികം ഒരു പാട് വരുന്നില്ല. സോ സെയിം ബോട്ടം വിത്ത് ഡിഫറെന്റ് ടോപ്സ് ആണ് ഞാൻ സ്റ്റൈൽ ചെയ്തത്. ഓക്കെ, തോന്നുന്നു ഇനിയും കൂടുതൽ ഡിഫറെന്റ് വീഡിയോസുമായിട്ടും വെറൈറ്റി വീഡിയോസുമായിട്ടും ഔട്ട്ഫിറ്റ്സുമായിട്ടും നമ്മുടെ ഇനിയും കൂടുതൽ നല്ല നല്ല വീഡിയോസുമായിട്ടും ഓണം വീഡിയോസും മറ്റുള്ള വീഡിയോസുമായിട്ടും നമുക്ക് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതി ഞാൻ ഇന്നേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ ബൈ ഫ്രം ഷാനു.